ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സന വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കട്ടിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാ മീനെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ ടൈറ്റിൽ എഴുതിയ പോലെ നമ്മുടെ ചെമ്പല്ലിക്കുട്ടനാണ് ഗൈസ്. ഇതാ വന്നിരിക്കുന്നു ഗൈസ്, നമ്മുടെ ചെമ്പല്ലി. കണ്ടോളൂ 1 കിലോ ഉണ്ട് ഗൈസ്, 1 കിലോ. അപ്പോൾ നമ്മൾ സാമോൾ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. സാമോളില്ല, അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇക്കാക്ക് ചൂണ്ടലിട്ടിട്ട് കിട്ടിയത്, ഇന്നലെ രാത്രി കിട്ടിയതായിരുന്നു. അപ്പോൾ ഒന്ന് മുറിച്ച് നോക്കിയാലോ നമുക്ക്. ശരി, കുഞ്ഞ് കൈയിട്ട് മുറിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പരമാവധി ശ്രമിച്ച് നോക്കാം. എനിക്ക് എല്ലാവർക്കും മീൻ ഇഷ്ടമാണോ? പക്ഷെ ഞാൻ ഇത്ര വലിയ മീൻ ആദ്യമായിട്ടാണ് മുറിക്കണേ. പക്ഷെ ഇതിലും വലിയ മീൻ തിന്നിട്ടുണ്ട് ഗൈസ്. തട്ടാ അതാ നമ്മുടെ ചെമ്പല്ലിക്കുട്ടനാണ് ഗൈസ്, ചെമ്പല്ലിക്കുട്ടൻ. ഇങ്ങനെ പിടിക്കാം. നമുക്കിതിൻ്റെ ചിറക് നോക്ക് ഗൈസ്. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പിടിച്ചതാട്ടാ, നമ്മളിവിടെ നിന്ന് പിടിച്ചതാ ഗൈസ്. ഈ മീൻ ഇഷ്ടമാണോ എല്ലാവർക്കും? എൻ്റെ കത്രിക നിങ്ങളാരും പേടിക്കണ്ട. എൻ്റെ മീനിൻ്റെ കട്ട് ചെയ്യുന്ന കത്രിക കംപ്ലൈൻ്റ് ആയി ഗൈസ്. അപ്പോൾ ഞാൻ ഈ കത്രിക എടുത്തു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് മീൻ മുറിക്കുന്നത്. പക്ഷെ മീൻ മുറിച്ചിട്ടുണ്ട്. ഈ മീൻ ഇട്ടാ അത്ര വലിയ മീൻ ആദ്യമായിട്ടാണ് മുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരിക്കും. നിങ്ങളാരും ഒന്നും പറയരുത് കേട്ടോ, അങ്ങനെയല്ല മുറിക്കൽ. ആദ്യം അതാണ് മുറിക്കുക ഇതാണ് മുറിക്കുക പറയരുത്. ഇതിൽ ചെറിയ മീനെ കൊണ്ടല്ലുണ്ട് കേട്ടോ. പക്ഷെ ഇത്ര വലിയ മീൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ചൂണ്ടലിട്ടിട്ട്. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ മുറിക്കാൻ കുറച്ച് റിസ്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യം അത് മുറിക്കും ഇത് മുറിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ എനിക്കത് കേൾക്കുന്നില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മുറിക്കാം. നമ്മൾ റിസ്ക്കുള്ള ഭാഗം മുറിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ തല വെട്ടുമ്പോൾ കുറച്ച് റിസ്ക്കാണ്, എന്നാലും പരമാവധി ശ്രമിച്ച് നോക്കാം. നമുക്കിതിൻ്റെ ചെള്ളൊക്കെ ഒന്ന് വെന്റിയെടുക്കാം ഗൈസ്. ഈ മീൻ മുറിച്ച നാട്ടിലൊക്കെ അറിയിക്കാം. ചെള്ളു പോകുന്ന സ്ഥലം കണ്ടില്ല. പക്ഷെ ഞാൻ ആദ്യം ഈ മീൻ കൂട്ടുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഈ മീനൊക്കെ കൂട്ടുന്ന ഗൈസ്. ഈ ചെള്ളു കായുന്ന മെഷീനൊക്കെ ആണല്ലേ, പിന്നെ ഉഷാറായി. കത്തിക മുറിയാവും. ഇപ്പോൾ തീയാവും. ഓണത്തിന് കളട്ട പോലെ ചെള്ളൊക്കെ എല്ലാ ഭാഗത്തും ഇട്ടിട്ടുണ്ട്.
പരപ്പാവും തോന്നുന്നുണ്ട്. ഇത് വയ്യ മുറിക്കാൻ. ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനില്ല. നമ്മുടെ ഇക്ക മീനെ പിടിക്കാനാണ്, പക്ഷെ മുറിക്കാൻ അറിയത്തില്ല. അതൊക്കെ പൊരിച്ചെടുത്താൽ കുശാലായി തിന്നാനത്. എൻ്റെ കയ്യൊക്കെ കടയുന്നു ഗൈസ്. കാണാനൊക്കെ ഈ മീനെ മുറിച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലായിരുന്നു, അതൊന്ന് ചെള്ളൊന്ന് നല്ലൊന്ന് അതിന് പൊടിച്ചിട്ടുണ്ട്. വെള്ളത്തിട്ടൊക്കെന്ന് വിചാരിച്ചു, പക്ഷെ അത് പറ്റിയില്ല. നമ്മൾ ടൗണിലേക്കൊന്ന് പോകാനുള്ള കാരണേ വേഗം എടുത്ത് പൊടിക്കാൻ വിചാരിച്ചു. ഇതായിരുന്നു പൊടി. സേമൻ്റെ പോലെ കലപ്പില്ല പറയുന്നുണ്ടാവും. അപ്പോൾ കുട്ടികൾ സ്കൂൾ പോയിട്ടുണ്ട്. അവർക്ക് നാളെ ഓണസദ്യയാണ്. അപ്പോൾ എനിക്ക് പട്ടുപാട് വേണമെന്ന് പറഞ്ഞപ്പോഴേ ഒന്ന് ടൗണിലേക്ക് പോയിട്ട് വരാൻ വിചാരിച്ചു. ഏതായാലും ചോറ് നിന്ന് പോവാൻ വിചാരിച്ചു. പട്ടുപാടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് കുറച്ച് വലുതായപ്പോൾ കുറച്ച് ഇറക്കം കുറഞ്ഞു. വേറൊന്ന് പട്ടുപാട വാങ്ങാൻ വിചാരിച്ചു. ഏകദേശം കുറേയൊക്കെ പോയിട്ടുണ്ട് അല്ലേ. നല്ല ഉപ്പൊക്കെ ചെയ്തു. ഈ കുഞ്ഞ കൈയിട്ട് എങ്ങനെ ഞാൻ ഇതിനെ പിടിക്കുക ഗൈസ്? നമ്മൾ വിചാരിക്കേണ്ട വലിയ കൈയൊന്നുമില്ല കേട്ടോ, ചെറിയ കയ്യാണ് ഗൈസ്. ഫോണിൽ കാണുമ്പോൾ വലിയ കൈയായി തോന്നുന്നുണ്ടാവില്ലേ. ഈ വീഡിയോ ഒന്ന് വൈറലായാൽ മതിയായിരുന്നു. ഇത്ര റിസ്ക് ഇല്ലായിരുന്നു. പല്ല് ഓടുമെന്നുള്ള പേര് കഴിക്കും. ആർക്കും ചെമ്പല്ലി വേണം കമൻറ്റ് ചെയ്ത് വിട്ടാൽ ഞാൻ കൊടുത്തയക്കാം. ആവശ്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. കിട്ടിയ ഓരോരുത്തർക്ക് കൊടുത്തയക്കട്ടോ. എൻ്റെ ആങ്ങൾക്ക് മീൻ കട്ടിങ് കേട്ടോ പണി, പക്ഷെ ഓന് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതെപ്പോൾ പരിപാടി കഴിഞ്ഞ് ചട്ടിയിലെത്തിയിട്ടുണ്ടാവും ഗൈസ്. ഫ്രൈ ആവുന്നുണ്ടായിരിക്കും ഈ ടൈം കൊണ്ട്. ഇനി നമുക്കൊന്ന് തല ഒന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാൻ നോക്കാം.
എന്താ നമുക്ക് പേടിയുണ്ട് ഗൈസ്. ഇതിൻ്റെ വായൻ്റെ എൻ്റെ കൈ പോയിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയല്ല മുറിക്കലെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല ഗൈസ്. നീ കമൻറ്റ് ഇട്ടോളൂ മുറിക്കൽ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അടുത്ത ചെമ്പല്ലി കിട്ടുമ്പോൾ അങ്ങനെ മുറിക്കട്ടോ. നോക്കാം. ഓ ടേബിൾ മുറിഞ്ഞു വീണാലോ. കട്ടി നല്ല മൂർച്ചയൊക്കെ കൊടുന്നല്ലോ. പിന്നെ എന്ത് ഇതിൻ്റെ പല്ലുണ്ടെങ്കിൽ പല്ലിപ്പോൾ ഉണ്ടായിരുന്നതാ. ഇതൊക്കെ കയ്യിൽ ഓടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടെന്ന് അറിയില്ല. ക്യാമറയിൽ കാണുന്നുണ്ടോ ഗൈസ്? ഇതാ. ഓ പാവല്ലേ, ഏതാ നാവ്. വീട്ടുകാർ എന്ത് ചെയ്യുന്നാവും. എൻ്റെ പപ്പേ പറ്റുന്നില്ല. ഞാൻ നിന്ന് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഗൈസ് ഒരു കഴിക്കണ്ട പറിച്ചെടുത്ത, പക്ഷെ എനിക്ക് പേടിയുണ്ട്. കൈമ തട്ടുമെന്നൊരു പേടിയുണ്ട് ഗൈസ്. എന്താ ചെയ്യുക? ഇതിലും ഭേദം നമ്മളെ മത്തിയും അയിലൊക്കെ തന്നെ ഗൈസ്. മുറിക്കാൻ റിസ്ക് ഇല്ല. പേടിയുണ്ട് ഗൈസ്, പേടിയുണ്ട്. ഓ പക്ഷെ എനിക്ക് ഏറ്റവും മീനിൽ ഞാൻ അത്ര റിസ്ക് എടുക്കുന്ന ആർക്കും അറിയാം എന്താന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും മീനിൽ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഗൈസ് തല. എനിക്ക് നല്ല ഇഷ്ടം. എല്ലാ മീനിൻ്റെ തല എനിക്കിഷ്ടം. മീനിൻ്റെ തല ഇഷ്ടമാണ്. തലയാണ് അധികം തിന്നില്ല. അതുപോലെ ഇറച്ചിൻ്റെ എല്ല്, കോഴിൻ്റെ എല്ലൊക്കെ നല്ല ഇഷ്ടം തിന്നണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ തല ഏകദേശം മുറിച്ചിട്ടുണ്ട് ഗൈസ്. കുറച്ച് റിസ്ക് എടുത്ത് അവിടെ കട്ട് ചെയ്തിട്ടാ. ഇവിടെ കൂടി ഉണ്ട്. പൊന്നെ ചെമ്പല്ലി അവിടെ കുറച്ചൊന്നും ബലം കുറച്ചുകൂടെ നമുക്ക്. ഇത് കത്തിരിക്ക് മുറിച്ചയാണോ അത് എനിക്ക് മുറിക്കാൻ അറിയായാണോ അതോ ഇതിന് ഭയങ്കര ബലമാണോ? അങ്ങനെ മുറിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ പകുതി ഭാഗം കുറഞ്ഞു ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മീൻ മുറിക്കുന്നല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ ഇത്ര വലിയ മീൻ മുറിച്ചിട്ടില്ല ഗൈസ്. അതുകൊണ്ടാട്ടോ ഇങ്ങനൊക്കെ മുറിക്കുന്നത്. ഈ മുറിക്കുന്നത് കണ്ട് നമുക്ക് നെക്സ്റ്റിലൊക്കെ ഓഫർ വരുമോ എന്താവോ മീൻ കട്ടിങ്ങിന്. കൊക്കൊന്നുമില്ലല്ലോ. രാത്രി തന്നെ മുറിക്കാൻ പറഞ്ഞു. പിന്നെ രാത്രി ഞാൻ മുറിച്ചില്ല ഗൈസ്. എന്തായാലും ഇങ്ങനെയൊക്കെ ആവുമെന്നറിയാം. അതുകൊണ്ട് രാത്രി മുറിച്ചില്ല. മുറിച്ചിൻ്റെ മേത്തൊക്കെ ആവുമല്ലോ. അപ്പോൾ കുളിക്കാതെ കിടക്കാനും പറ്റില്ല. അങ്ങനെ കുറേയൊക്കെ കൊണ്ട് വന്നു ഗൈസ്. ഇനി അവിടെ കൂടെ ഉണ്ട്. ചെള്ളി പോയിട്ട് ചെള്ളി ഞാൻ നല്ല കളിയിട്ടാ. ഞാൻ മുറിച്ച് ചെറിയ പീസാക്കിയതിൻ്റെ ശേഷം നല്ല കളയും. പിന്നെ അതുപോലെ ഉപ്പിട്ടിട്ട് ഞാൻ കേൾക്കും മീനൊക്കെ. ഓ
ഒരു മീൻ മുറിച്ചതിന് ആൾ വെതം കിട്ടും ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിമ്പിളാണ്? സിമ്പിളല്ല ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല. കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ മുറിച്ചിട്ട് അനുഭവം വരണം ഗൈസ്. പക്ഷെ മീൻ കട്ടിങ് ആയിട്ടൊക്കെ സിമ്പിളായിരിക്കും കേട്ടോ. അതുപോലെ തലണ്ട് മുറിച്ച് ഒഴിവാക്കാം, അതിലല്ലേ. ടേബിളും പുളുങ്ങുന്നുണ്ട്. മീനെ കൊല്ലാതെ കൊല്ലും. ടേബിൾ മുറിയും. ഞാനേ കത്തി ഒന്ന് മൂർച്ചയാക്കട്ടെ, ഒന്നും കൂടി ഇട്ടാൽ ഞാൻ വരാം ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കത്തിയൊക്കെ മൂർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഏകദേശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിന്നാനൊരു പണിയില്ലല്ലേ, ഇത് റെഡിയായി കിട്ടാനുള്ളൊരു പാട്. എൻ്റെ കത്തിൻ്റെ മൂർച്ചയൊക്കെ പോയി തോന്നുന്നുണ്ട് ഗൈസ്. നല്ലൊരു കത്രികയായിരുന്നു. ചെമ്പല്ലി നശിപ്പിച്ചു ഗൈസ്. ഇങ്ങോട്ട് വാടാ, ഇവിടെ നിൽക്ക്. അങ്ങനെ ഇതാ നമ്മുടെ എന്തൊക്കെ കുത്തുന്നുണ്ട്. തല വന്നിട്ടുണ്ട് ഗൈസ്. തലനെ സൈസാക്കി എടുത്തിട്ടുണ്ട്. റിസ്ക്കൊക്കെ തന്നെ. ഈ റിസ്ക് കളിക്കുമ്പോൾ തല തിന്നണ്ട വിചാരിക്കുന്നുണ്ട്. നേരെ പൂച്ചക്കുട്ടി കൊടുത്താലോ, അതാവും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇതിനൊരു ഭാഗം കൊണ്ട് കിട്ടുന്നില്ല. ഇവിടെ കിട്ടാനെ പണി. അങ്ങനെ ഇതൊക്കെ ഒരുപാടൊന്ന് അതിൽ പുറത്ത് വരാനും വയ്യ. ഇതറിഞ്ഞ് വായു അന്നല്ലേ ഞാൻ പിടിച്ച് വലിക്കൊണ്ട് വായു. എന്താ അവിടെ തന്നെ വാശി പിടിച്ചിട്ട് വായു അന്ന് വെട്ടിത്തരും. ഹലോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും മടുത്തിട്ടുണ്ടാവും. മുറിച്ച് എനിക്കും മടുത്ത്. എന്തായാലും എങ്ങനെയാവും നോക്കാൻ നോക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മീൻ മുറിക്കാൻ അറിയാത്തവർക്കൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുക. ഇങ്ങനെ മുറിച്ചായിരുന്നു അറിയാം അതിട്ടാ. ഒരു ചട്ടിക്കുള്ള തലുണ്ട് ഗൈസ്. ഈ മീൻ നല്ല രസമായിട്ട് നല്ല പൊടിയുള്ള മീനാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ ഇതിന് ചെമ്പല്ലി എന്ന് പറയും. പക്ഷെ ഞാനും ആദ്യമായിട്ട് കേൾക്കട്ടോ. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇത് ചെമ്പല്ലിയാണ് ഗൈസ് എന്നൊക്കെ അറിയുന്നത്. നമ്മളെ വീട്ടിനകത്ത് കടല ഗൈസ്, കടൽ. പക്ഷെ ഇവിടെയാണ് പുഴ ഉള്ളത്. അപ്പോൾ പുഴത്തെ മീനിനെ പറ്റി ഒന്നും അറിയത്തില്ല.
ഏകദേശം ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അവിടെ കിടക്ക്. ഞാൻ അടുത്ത പോയോ. എൻ്റെ കാക്ക് ചെറിയ പീസാക്കുന്ന ഇഷ്ടം. വലുതാക്കി രസം ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ ഒരാളുണ്ട്. ഇത് വലിയ മുള്ളുണ്ട് ഗൈസ്. ആ മുള്ളിൽ നമുക്ക് കത്തി കൊണ്ട് വെട്ടാം. ഇവിടെ ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പം എന്നെക്കാട്ടും വയ്യ എൻ്റെ കത്തിക്ക്. എന്നെക്കാട്ടും വയ്യ എന്നെ കെട്ടാൻ വന്നു എനിക്ക് പറഞ്ഞ പോലെ. എന്നെക്കാട്ടും വയ്യ എൻ്റെ കത്രിക്ക്. കത്രിക ഒന്ന് കട്ട് ചെയ്യടാ. എന്നെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കണമല്ലോ. ഒക്കെ വേസ്റ്റ് കേട്ടോ. ഇരിക്കട്ടെ. ഒരു പീസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി അവിടെ ഇരിക്കും കേട്ടോ. ഇനി അടുത്ത ആൾ വരും. കത്രിക നിന്നെ കൊണ്ട് ഒരു ഉപകാരം കിട്ടും തന്നെ ഞാൻ കൂടുന്നു. അപ്പം എനിക്ക് ഇൻ്റെ അത്ര വൈകി മുറുക്കി അങ്ങനെ മുറുക്കുന്നത്. അപ്പം നമ്മുടെ രണ്ടാമത്തെ മീൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. രണ്ട് പീസ് കത്രികൻ്റെ ഹെൽപ്പ് എപ്പോഴും ആവശ്യം ഗൈസ്. ഉഷാറാവ് കത്രികയിൽ. നമുക്ക് 2-3 പീസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മൂന്നാമത്തെ പീസ് ഇത് ഗൈസ്. പക്ഷെ ക്യാമറയിൽ നിങ്ങൾ ചെറുതുപോലെ തോന്നുന്നുണ്ട്. നല്ല വലിയതാട്ടോ ഗൈസ്. ഇനി നമ്മൾ 4ാമത്തെ പീസ് മുറിക്കുന്നു. പിന്നെ കത്രിക അങ്ങനെ തോറ്റെടുക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവില്ല. കത്രിക വെച്ച് നമ്മുടെ ചെമ്പല്ലിക്കട്ടയിൽ ഗൈസ്. നാലാമത്തെ കഷ്ണം ഗൈസ് കണ്ടോളൂ. ഇത് എത്ര പീസ് ആക്കാന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ലാസ്റ്റ് എത്തുമ്പോഴേ പിടിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ മോനിക്ക് ഇഷ്ടമല്ലേ മീൻ. സാമോൺ തിന്നു കേട്ടോ. എൻ്റെ മോൻ ഒരുവിധം വലിയ മീനൊന്നും തിന്നല്ലേ. അവനിക്ക് ഇന്നും മുട്ടയാണ് ആധാരം. മുട്ട പൊരിക്കേണ്ടി വരും. സോറി, 5ാമത്തെ കഷ്ണം കണ്ടോളൂ. ആറ് കഷ്ണം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്.
വാടാ ഇങ്ങോട്ട് വായി അന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അത് കട്ട് ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഏഴാമത്തെ കഷ്ണം ഗൈസ്. ഞാൻ ലൈവ് വന്നിട്ട് ഞാൻ നോണ പറയുകയില്ല ഗൈസ്. 7 കഷ്ണം തലം കൂട്ടി 8 കഷ്ണം. 1 2 7 കഷ്ണമായി ഗൈസ്. ഇവിടെ 1:30 റെഡി ആവാൻ പറഞ്ഞു. കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേന് പോയി വരണം ഗൈസ്. ഈ മീൻ മുറിക്കാൻ ഇതിൻ്റെ ടൈമൊക്കെ പോയി. ഇത് 8ാമത്തെ കഷ്ണം. ഹലോ ഗൈസ്, അങ്ങനെ 9ാമത്തെ കഷ്ണം നമ്മൾ കട്ട് ചെയ്തു ഗൈസ്. നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഇതിൽ കട്ട് ചെയ്യുന്ന പാവല്ലേ, നമുക്ക് വാലുണ്ട് കളയാം. ഓ ഇത്ര കാലം ആരെ കയ്യിലും പെടാതെ ഇവിടം വരെ ജീവിച്ചു. ലാസ്റ്റ് നമ്മുടെ ഷംസീർ ഖാൻ്റെ കയ്യിൽ പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ 10 കഷ്ണം ചെമ്പല്ലി കട്ട് ചെയ്തു ഗൈസ്. ഞാൻ വിജയിച്ചിരിക്കുന്നു. നമ്മളെ കുഞ്ഞ കൈ കൊണ്ട് നമ്മൾ വലിയൊരു 1 കിലോ ചെമ്പല്ലി മുറിച്ചു ഗൈസ്. ആദ്യമായിട്ടുള്ള ചെമ്പല്ലി മുറിയാണ് ഗൈസ്. ഇവിടെ കുത്തുന്നൊരു സാധനം. അപ്പം മീൻ കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ 8ൻ്റെ പണി ഇട്ടാൻ സാധ്യത. അവരൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കി നിർത്തും. ഞാനിതൊന്നും ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരട്ടാ. മറ്റേ കഷ്ണങ്ങളൊന്നും വരിയേണ്ട ആവശ്യം കേട്ടോ. ഇവിടെ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കും. മുളകൊക്കെ പിടിക്കാൻ വാൽ മാത്രം ഞാൻ അരിയുന്നുള്ളേ. മറ്റൊന്നും അരിയാനുള്ള സ്പേസ് ഇല്ല ഗൈസ്. അങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കല്ലേ. എന്നിട്ട് ഗൈസ് നമ്മുടെ ചെമ്പല്ലി ഒരു മീനാണ് ഗൈസ് കാണുന്നത്. ഇതാണ് നമ്മുടെ കഷ്ണം ഇട്ട. നിങ്ങൾക്കായിരിക്കും സംശയം വേണ്ട, ഈ കഷ്ണം ഞാൻ തിന്നു. പിന്നെ ഇവിടെ ഒന്ന് കട്ട് ചെയ്യല്ലേ. അവിടെ കണ്ടിട്ട് ഞാൻ പണി കഴിഞ്ഞ് വന്നു. ഇത് ഗൈസ് നമ്മുടെ ചെമ്പല്ലി കുട്ടന്മാരൊക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കായം തേക്കട്ടോ. ഇതേ കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെമ്പല്ലി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തയക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെമ്പല്ലിക്കുട്ടന്മാരെ ഞാൻ കായം തേച്ച് കൊണ്ടിട്ടുണ്ട് ഗൈസ്. എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ മാവിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഗൈസ്. ഈസി കുക്കിലാട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഈസി കുക്കിൽ ഫ്രൈ ചെയ്ത് ഗൈസ്. ഇവിടുത്തെ സ്വിച്ച് ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നമ്മുടെ ചട്ടി ചൂടായി ഗൈസ്. നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ പൊരിക്കുന്നത്. നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നല്ല, ശുദ്ധമായ വെളിച്ചെണ്ണ മില്ലിന്ന് കൊടുക്കുന്ന കേട്ടോ. നമുക്ക് ഗൈസ്. ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ. ഈസി വെക്കുമ്പോൾ ഈ ചട്ടിയെ വറുത്ത് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി എടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു ചെമ്പല്ലി കുട്ടന്മാരെ നമ്മുടെ ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാം ഗൈസ്. മണവാളം നടുവിലുണ്ടല്ലോ. എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ചെമ്പല്ലി കുട്ടന്മാരെല്ലാവരും ചട്ടിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഏത് കഷ്ണമൊക്കെ വേണ്ടേ? ഇതായിരുന്നില്ല കേട്ടോ. ഇത് എന്ത് ചെയ്താല് ബാക്കി ഏത് കഷ്ടമാണെന്ന് ചോദിച്ചോളൂ. ഈ കുട്ടൻ നമ്മുടെ കുട്ടനാണ് ഗൈസ്. അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇതൊരു ഭാഗത്ത് നല്ല ഇറക്കം, ഒരു ഭാഗത്ത് താഴെ വെളിച്ചം, ഒരു ഭാഗത്തേക്കെല്ലാം പോകുന്നു. ചൂടാക്കിയിട്ട് ഇരുമ്പുണ്ട്, ചൂടായിട്ടില്ല മനസ്സ്. ചൂടായിട്ട് ചട്ടി ചൂടാക്കിയല്ലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊന്നേ ഒന്ന് മാറ്റി നോക്കട്ടാ. മാറ്റിട്ടല്ലോ. മിക്സ് ചെയ്ത് കൂടപ്പറ്റുള്ളൂ.
തിരിഞ്ഞ് കെടുക്കുക അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഇതാട്ടോ ഗൈസ്, നമ്മുടെ ഫേവറേറ്റ്. അങ്ങനെയാണ് വാടാ ഇന്ന് കയറി. നമ്മളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു നമ്മുടെ സ്ഥലം നല്ല കാണാൻ പറ്റുന്നവർ കാണുന്നില്ല ഗൈസ്. ഒരാളെ ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണൊക്കെ വില ആയതുകൊണ്ട് കഴിക്കാൻ പേടി ഗൈസ്. ഇതാട്ടോ നമ്മളെ ഞാൻ പറഞ്ഞാണ് നമ്മളാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെമ്പല്ലി കട്ട് ചെയ്തു, കായം തിരിച്ചു, ഫ്രൈ ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറയും പോലെ ആരെങ്കിലും ചെമ്പല്ലി ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ. ടാറ്റ ബൈ ബൈ. കട്ട് ചെയ്യാൻ പോകാം.